ക്രിസ്മസ് നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഹൃദ്യമായി നേരുന്നു. രാജാതിരാജൻ, ലോകത്തിൻ്റെ രക്ഷകൻ പുൽക്കൂടിൽ ജനിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസങ്ങൾ. എങ്ങുമെങ്ങും നക്ഷത്രങ്ങൾ തൂക്കിയും പുൽക്കൂടുകൾ നിർമ്മിച്ചും ആത്മീയമായി ഒരുങ്ങുകയും അങ്ങനെ ക്രിസ്തുവിനെ വരവേൽക്കാൻ ലോകമെമ്പാടുമുള്ള ജനത ഒരുങ്ങിക്കഴിഞ്ഞു. ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ആഘോഷിക്കേണ്ടത്? അതുകൊണ്ട് തന്നെ അവധി ആഘോഷിക്കുന്നതിൽ നിന്നപ്പുറം, കേവലം കൺസ്യൂമറിസത്തിനപ്പുറം ക്രിസ്മസിൻ്റെ തനിമ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ക്രിസ്മസ് നാളുകളിൽ ക്രിസ്തുവിനെ നമുക്ക് മിസ്സാകരുത്. ക്രിസ്മസിൽ ക്രിസ്തു മിസ്സാകരുത്. ഇന്ന് ക്രിസ്മസ് കാർഡുകളിൽ നിന്ന് പോലും ഉണ്ണീശോയും മാതാവും ഔസേപ്പിതാവും ഒക്കെ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അവിടെ നക്ഷത്രങ്ങളും പൂക്കളും മറ്റു ചില പ്രതീകങ്ങളും കൊണ്ട് നിറയ്ക്കുകയാണ്. അതുപോലെ തന്നെ ചില സംബന്ധിച്ചുള്ള ഇത് ഹോളിഡേ മൂഡാണ്. അവധിക്കാലം, വിനോദയാത്രയ്ക്കുള്ള സമയം, ബന്ധുമിത്രാദികളെ സന്ദർശിക്കാനുള്ള സമയം. അതിനപ്പുറം ക്രിസ്മസിൻ്റെ ഒരു ചൈതന്യത്തിൽ നമ്മളായിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ക്രിസ്മസിൽ നമുക്കൊരു വലിയ ആഘോഷത്തിൻ്റെ സമൃദ്ധി കാണാൻ സാധിക്കും. രാജാക്കന്മാർ ഉണ്ണിയേശുവിനെ സന്ദർശിക്കുന്നു. പൊന്നും മീറയും കുന്തിരിക്കവും വിലയേറിയ വസ്തുക്കൾ സമ്മാനമായി കൊടുക്കുന്നു. മാലാഖമാർ സ്വർഗീയ ഗാനം ആലപിക്കുന്നു. സുമനസ്സുള്ള ആട്ടിടയന്മാർ ഒത്തുചേരുന്നു. എങ്ങും സമൃദ്ധിയുടെ ആഘോഷത്തിൻ്റെ ഒരു തനിമ നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ തന്നെക്കാളും ദരിദ്രനായി ആരും ജനിക്കരുത് എന്ന് തോന്നുന്നത് പോലെ തീരെ ദരിദ്ര അവസ്ഥയിൽ പുൽക്കൂട്ടിൽ ഭൂലോകനാഥൻ ജാതനാകുന്നു. ഏതൊരു സമൃദ്ധിയുടെ മധ്യത്തിലും നമ്മൾ കാത്തുപാലിക്കേണ്ട ഒരു നിർമ്മമതയുടെ, ഒരു എളിമയുടെ ചിത്രം യേശു ഇതിലൂടെ സമ്മാനിക്കുന്നു. ഈ ഒരു വൈരുദ്ധ്യം, ഒരു വശത്ത് ആഹ്ലാദത്തിൻ്റെ സമൃദ്ധി, ആനന്ദത്തിൻ്റെ ആഘോഷം, മറുവശത്ത് ലാളിത്യത്തിൻ്റെയും ചെറുതാകലിൻ്റെയും വലിയ സുവിശേഷം. ക്രിസ്മസ് എന്ന് പറയുന്നത് ഔസേപ്പിതാവിൻ്റെ ഔദാര്യമാണ്, മാതാവിൻ്റെ സന്മനസ്സാണ്. ഇവരെ രണ്ടുപേരെ മാറ്റിവെച്ചുകൊണ്ട് ക്രിസ്മസ് ചിന്തിക്കാൻ പാടില്ല. അതുകൊണ്ട് ക്രിസ്മസ് കാർഡുകളിൽ ഉണ്ണിയേശുവിനോടൊപ്പം മാതാവിനും ഔസേപ്പിതാവിനും സ്ഥാനമുണ്ട്, ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിലും ഈ പുൽക്കൂട് തരുന്ന സമൃദ്ധിയും ലാളിത്യവും നിറയാൻ നമുക്ക് പരിശ്രമിക്കാം. അതെ, ക്രിസ്മസിൽ ക്രിസ്തു മിസ്സാകരുത്.